ഇതൊരു വലിയ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് വർത്തമാനം പറയാൻ ശബ്ദമില്ലാതെയാണ് ഇങ്ങോട്ട് കൊമ്പോലോട്ട് വന്നത്. മഹാനായ സയ്യിദ് അവരുടെ കൊണ്ടൊന്നും ആരംഭിച്ചു വലിയ പോയ തങ്ങളെ കൊണ്ട് ഒന്ന് ദ്വാരം നടന്ന ഒച്ചല്ല. ഇത് അഷ്റഫുൽ ഖൽഖിന്റെ ചോരയാണ്. ഇത് അഷ്റഫുൽ ഖൽഖിന്റെ ചോരയാണ്. നബുവത്തിന്റെ ഉറവിടമായ ഹബീബിന്റെ പുണ്യം എത്രയാണെന്ന് നമ്മുടെ കൺമുമ്പിലൂടെ അല്ലാഹു കാണിച്ചു തരുന്ന അനുഭവങ്ങൾ, നമ്മുടെ കൺമുമ്പിലൂടെ അല്ലാഹു കാണിച്ചു തരുന്ന അനുഭവങ്ങളാണിത്. ഹബീബിന്റെ പുണ്യം എത്രയായിരിക്കും, ഹബീബിന്റെ പവർ എത്രയായിരിക്കും. അപ്പോ ഉലൂഹിയത്തെ സമ്മതിച്ചു കൊടുക്കുകയോ അല്ലാഹുവിന്റെ സിഫാത്തുകൾ മറ്റുള്ളവർക്കുണ്ടെന്ന് പറയുകയോ ചെയ്യുമ്പോഴാണ് അത് കിടക്കുന്നത് ഖൽബിലാണ്, ഹൃദയത്തിലുള്ള ഈമാൻ. ഒരു മനുഷ്യനോട് ചോദിച്ചാലല്ലാതെ അറിയാൻ പറ്റാത്ത സംഭവം, പറഞ്ഞാലല്ലാതെ അല്ലാതെ അല്ലാഹുവിന്റെ മാത്രം അറിയുന്ന ഈമാനെ കുറിച്ച് ആരെക്കുറിച്ചും അങ്ങനെ പറഞ്ഞു പോകരുത്. നിങ്ങൾ ഞങ്ങളെ മോശക്കാരാണെന്ന് പറഞ്ഞോളൂ, നിങ്ങൾ മോശക്കാരാണെന്നോ പിഴച്ചവരാ എന്തോ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നിങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി പറഞ്ഞോളൂ. പക്ഷേ ഈ രണ്ട് വാക്ക് പറഞ്ഞു പോകരുത്, ഈ രണ്ട് വാക്ക് പറഞ്ഞു പോകരുത്. ഇത് പറയപ്പെട്ടാൽ ഒന്നുകിൽ പറയപ്പെട്ടവൻ മുശ്രിക്കാണ്, അല്ലെങ്കിൽ പറഞ്ഞവൻ മുശ്രിക്കാണ്. ഗൗരവല്ലേ? അല്ലാഹു പൊറുക്കുമോ? ഗൗരവമുള്ള വിഷയമല്ലേ? തീ പോലെ പടരുന്ന രീതിയിൽ ഫലം ലഭിക്കുന്ന സ്വലാത്ത് എന്ന അർത്ഥത്തിലാണ് സ്വലാത്തുൻ നാരിയ എന്നതിന് പേര് വെക്കപ്പെട്ടത്. തീ പടർന്നു പിടിക്കുന്ന പോലെ പെട്ടെന്നതിന്റെ ഫലം കാണാൻ കഴിയും. മഹാനായ കക്കടിപ്പുറത്തെ മഹാനായ അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകൾ ഗ്രന്ഥരചന നടത്തിയിട്ടില്ലേ? എപ്പോഴാണ് ചൊല്ലേണ്ടത്, എങ്ങനെയാണ് അടുത്ത സ്വലാത്ത് ചൊല്ലേണ്ടത്? 4444 തവണ ആ സ്വലാത്ത് ഹബീബിനോടുള്ള മനസ്സിൽ സ്നേഹം കുടികൊണ്ടുകൊണ്ട് ചൊല്ലിയപ്പോൾ നടന്ന അനുഭവങ്ങൾ എത്രയുണ്ട്, എത്രയെത്ര അനുഭവങ്ങൾ. അപ്പോ നിങ്ങൾക്കത് വേണ്ടേ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞോളൂ. ബാക്കിയുള്ളവർ നമുക്ക് തെറ്റ് ഇങ്ങനെ പറയുന്നു. ഒരു കാര്യം ശിർക്കാണെന്ന് പറയണമെങ്കിൽ ഒരുപാട് മനസ്സിലാക്കിയിട്ടേ പറയാൻ പറ്റൂ. അതിന്റെ 4 വശങ്ങൾ പഠിക്കണം. ഒരു അമലിനെ സംബന്ധിച്ച് കുഫ്റാണെന്ന് പറയണമെങ്കിൽ 4 മദ്ഹബ് മിനിമം പഠിക്കണം. 4 മദ്ഹബ് അതിന്റെ ഉലമാഇന്റെ അഭിപ്രായം മിനിമം പഠിച്ചിട്ടേ ഒരു സംഭവത്തെ സംബന്ധിച്ച് ശിർക്കും കുഫ്റാന്ന് പറയാൻ പാടുള്ളൂ. ആലിമികളുടെ അഭിപ്രായം ഉണ്ടാവും. ഒരു അടിസ്ഥാനപരമായ ഒരു ആലിം, അംഗീകാരമുള്ള ഒരു ആലിം ലോകത്തിന് ഫത്വ കൊടുത്താൽ അതനുസരിച്ച് മുസ്ലിമീങ്ങൾ അമല് ചെയ്താൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ശിർക്കും കുഫ്റെന്ന് പറയരുത്. 4 മദ്ഹബ് അംഗീകരിക്കാൻ ഖൽബിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കാൻ വിശാലതയുള്ളതാണ് മുഅ്മിനീങ്ങൾ. 4 മദ്ഹബ് അത് അംഗീകരിക്കാൻ ഒരു പ്രയാസമാണ്. ഞാൻ മദ്ഹബിനെ പറ്റി ചർച്ച ചെയ്യുന്ന സമയമല്ല. ഹബീബിനെയും അല്ലാഹുവിനെയും നിങ്ങളിലെ ഉലുൽ അംറിനെയും നിങ്ങൾ അംഗീകരിക്കണമെന്ന വാക്കിന്റെ അർത്ഥം ഉലമാഇൽ അംഗീകരിക്കണമെന്നാണെന്നും അതാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ വ്യാഖ്യാതാക്കളുടെ നേതാവ് പറഞ്ഞത്. അതിനർത്ഥം അഇമ്മത്തുൽ മുജ്തഹിദീങ്ങളായ ഇമാമുമാരായ ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹനീഫ അൽ-കുഫി റളിയല്ലാഹു അൻഹു, ഈ മദ്ഹബിന്റെ ഇമാമുമാർ ഹദീസ് പണ്ഡിതന്മാരുടെ കാലങ്ങൾക്ക് മുമ്പേ വന്നവർ ലക്ഷക്കണക്കിന് ഹദീസുകൾ, 7 ലക്ഷം ഹദീസ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മനപ്പാഠമുണ്ട്. 10 ലക്ഷം ഹദീസ് മനപ്പാഠമുണ്ട് ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്. നമ്മുടെ ഇന്നത്തെ കിതാബുകൾ ഹദീസുകൾ മുഴുവൻ നോക്കിയാൽ 1 ലക്ഷം നമുക്ക് ഹദീസ് കിട്ടാനുണ്ടോ? ഇല്ല. നമ്മളായി കൊടുക്കുന്നത് നമ്മളെക്കാൾ റിസോഴ്സുകൾ എമ്പാടും കിട്ടിയിരുന്ന മുജ്തഹിദ് ആയ ഒരു ആലിം ആരാണെന്ന് പഠിക്കാതെ, ആരാണ് ഇമാം ശാഫിഈ എന്ന് പഠിച്ചു നോക്കാതെ, എന്താണ് അവരുടെ ജീവചരിത്രമെന്ന് പഠിക്കാൻ തയ്യാറാവാതെ ഞാൻ മുഹമ്മദിയാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ശാഫിയല്ല എന്ന് പറയുന്ന സഹോദര, പച്ച മണ്ടത്തരമാണ് നീ സാധുവായി നീ പറയുന്നത് എന്ന് തിരിച്ചറിയണം. വിവരക്കേടായി പറയുന്നത് ഇസ്ലാം തന്നെയല്ലേ സാധ്യമാൻ പറഞ്ഞത്? ഖുർആൻ തന്നെയല്ലേ ഇമാം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞത്? ഹദീസല്ലേ മാലിക് തങ്ങൾ പറഞ്ഞു കൊടുത്തത്? ഹദീസല്ലേ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു കൊടുത്തത്? ഇതൊന്നും അംഗീകരിക്കില്ല. ബാക്കിയൊക്കെ ശിർക്കും കുഫ്റാണ്. റബീഉൽ അവ്വൽ വരുമ്പോഴേക്കും ഫിത്നയാവനായി. മുഅ്മിനീങ്ങളെ, ഹബീബ് വരുമ്പോൾ സന്തോഷിക്കുന്നത് മുസ്ലിമിന്റെ അടയാളമാണ്. ഈമാനുള്ളവൻ സന്തോഷിക്കും. മദീനയിലേക്ക് ഹബീബ് കടന്നു വന്നപ്പോൾ സന്തോഷിച്ച് ഹബീബിന്റെ സന്തോഷം പങ്കുകൊണ്ടത് മഹാന്മാരായ അൻസാരികളാണ്. 200ഓളം സഹാബിമാർ
ഹബീബിന് ചെറുതും വലുതുമായ കവികൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. പാട്ട് പാടുന്ന കവികൾ എന്ത് പാട്ടായി ഇവർ പാടുന്നത്? റസൂലുള്ളാഹിനെ പുകഴ്ത്തുകയാണ്, ഹബീബിനെ പുകഴ്ത്തുകയാണ്. ആ പാട്ട് പാടുന്ന സ്വഹാബിമാരുടെ നേതാവാണ് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. നബിയെമ്പാടും ബഹുമാനിച്ച സ്വഹാബി. ആ ഒരു ഹദീസും കൂടെ പറയാം, ഏതാണെന്ന് സംശയ നിവാരണമായിക്കോട്ടെ. ചില പറയും, നബി പറഞ്ഞിട്ടില്ലേ, ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കരുത്. അങ്ങനെ കുറച്ചാൾക്കാർ എണീപ്പിക്കലൊക്കെ ഒഴിവാക്കി. ഒരു ബഹുമാനം വേണ്ട, ഒരാദരവ് ആരോടും കാണിക്കണ്ട. നബി പറഞ്ഞത് നമ്മൾ നബി പറഞ്ഞതേ ചെയ്യുള്ളൂ. സ്വഹാബത്ത് ചെയ്തതും ചെയ്യണ്ടേ. റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. അല്ലാഹു സ്വഹാബത്തിനെ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. സ്വഹാബത്ത് ചെയ്തത് മുസ്ലിമീങ്ങളുടെ അഖീദയുടെ ഭാഗമാണ്. നമ്മുടെ കർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാനമാണ് സ്വഹാബത്ത് ചെയ്തത്. നബി എന്താ പറയാ? ഞാൻ വന്നാൽ എല്ലാവരും എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണം. അതാണോ നബി പറയേണ്ടത്? ഞങ്ങൾ ഏറ്റവും വലിയ സൽസ്വഭാവത്തിന്റെ ഉടമയല്ലേ? എത്രയും വലിയ സൽസ്വഭാവത്തിന്റെ ഉടമയല്ലേ ഹബീബ്? അവിടുത്തെ വിനയവും അവിടുത്തെ താഴ്മയും കാണിക്കാൻ റസൂൽ പറഞ്ഞത്, അനർബികൾ കാണിക്കുന്ന പോലെ നിങ്ങൾ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കരുത്. അത് ശരിയാണോ പറഞ്ഞത്? അത് ശരിയാണ്. എന്റെ സംശയം, സ്വഹാബത്ത് എന്താണ് ചെയ്തത്? നബി പറഞ്ഞു ശരി, സ്വഹാബത്താണ് നബിയെ മനസ്സിലാക്കുക. സ്വഹാബികൾ എല്ലാവരോടും ഇരിക്കുന്നു, ബിംബം പോലെ ഇരിക്കാനാണ്. നബിയെ ബഹുമാനിക്കും വേണ്ട, നബി സ്നേഹിക്കും വേണ്ട, നബി ആദരവും കാണിക്കണം. നമ്മളൊക്കെ ഇരിക്കാനല്ല പറഞ്ഞത്, എന്നാ പിന്നെ ഇരിക്കാം. ഇതാണോ സ്വഹാബത്ത് മനസ്സിലാക്കിയത്? ഇത് പറഞ്ഞു കൊടുക്കില്ല, ഇത് മാത്രം പറഞ്ഞു കൊടുക്കില്ല. നിങ്ങൾക്ക് പല കേസും മനസ്സിലാക്കുന്നത്. അള്ളാഹുവിന്റെ അടിയാസികൾ പള്ളിയിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തടയണ്ട എന്ന് പറഞ്ഞ ഹദീസ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതിന്റെ തൊട്ട് ബാക്കി വരുന്ന ഭാഗമാണ് അവരുടെ വീടാണ് അവർക്ക് ഏറ്റവും ഉത്തമമായത്. അതേ ഹദീസിന്റെ ബാക്കി അത് മാത്രം പറഞ്ഞു കൊടുക്കില്ല. എന്തിനാണ് ഈ ഇരട്ടത്താപ്പ്? എന്തിനാണ് ഇത് ചെയ്യുന്നത്? ശറഇനെ നേരെ മനസ്സിലാക്കിക്കൂടെ? സ്വഹാബത്ത് എന്താണ് നബിയുടെ വാക്കിൽ മനസ്സിലാക്കിയത്? അവർക്ക് ഇരിക്കുന്നു. ബഹുമാനിക്കണ്ടെന്നാണോ പറഞ്ഞത്? ബഹുമാനം ഇസ്ലാമിലില്ലേ? അതല്ലേ ഇസ്ലാമിലുള്ളത്? ബഹുമാനമല്ലാതെ മറ്റെന്താണ് ഇസ്ലാം? ബഹുമാനമല്ലേ ഇസ്ലാം? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെറിയ തങ്ങളുടെ കുട്ടിയാണെന്ന് അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സയ്യിദാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ചെറിയ സയ്യിദ്, വലിയ മഹാനാണ്, പ്രായം കൊണ്ട് ചെറുത്. നബി വഫാത്താകുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ 13 വയസ്സാണ് പ്രായം. നബി വഫാത്താകുമ്പോ ആ മഹാനായ സയ്യിദ് കുട്ടിയെ, തങ്ങളുടെ കാണുമ്പോൾ അല്ലാമ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ കൈയെടുത്ത് വൃത്തിക്കൊണ്ട് കൈമുട്ടിയിട്ട് പറയും, ഹാകദാ ഉമിർനാ അൻ നഫ്അല ബി അഹ്ലി ബൈത്തി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ കണ്ടാൽ ഇങ്ങനെ കൈമുട്ടണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് സ്വഹാബിമാർ പറയുമായിരുന്നു. അതാ നമ്മൾ ചെയ്യുന്നത്. അള്ളാന്റെ റസൂലിന്റെ കുടുംബത്തെ കണ്ടാൽ, ഹബീബിന്റെ കുടുംബത്തിന്റെ ചോരയോടുന്ന ശരീരം കണ്ടാൽ, അത് ചെറിയ കുട്ടിയാണോ വലിയവരാണോ വ്യത്യാസമില്ല, കൈപിടിച്ച് ചുംബിക്കാൻ ഹബീബ് ഞങ്ങളോട് കൽപ്പിച്ചു എന്നല്ലേ ഈ വാക്കിന്റെ അർത്ഥം. ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എവിടെന്നാണ് ഇബ്നു മസ്ഊദ് ഞങ്ങൾ ഇത് പഠിച്ചെടുത്തത്? കൊച്ചുകുട്ടിയായ ഇബ്നു അബ്ബാസ് എന്നവരെ കൈപിടിച്ച് ചുംബിക്കുമ്പോൾ, ചുംബിക്കപ്പെടുമ്പോൾ അഹങ്കാരം തോന്നരുതെന്നാണ്. ആ ചുംബിക്കപ്പെടുന്നവർക്ക് അഹങ്കാരം തോന്നരുതെന്നാണ്. പക്ഷേ നമ്മളോട് പറഞ്ഞത് ചുംബിക്കാനാണ്. ഹബീബ് ചുംബിച്ചിട്ടില്ലേ? ഒരു പ്രായമുള്ള മനുഷ്യൻ നബിയുടെ മുമ്പിലേക്ക് വന്നു. കയ്യാകെ തഴമ്പായിരിക്കുകയാണ്, അധ്വാനിച്ച് തഴമ്പ് വന്ന കൈയെ. ആ കയ്യിൽ സലാം പറഞ്ഞപ്പോൾ ആ കൈയെടുത്ത് ചുംബിച്ചുകൊണ്ട് പറഞ്ഞില്ലേ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിൽക യദുൻ യുഹിബ്ബുഹല്ലാഹു വറസൂലുഹു. ഈ
കൈ അല്ലാഹുവിനും അവന്റെ റസൂലിനും ഇഷ്ടമാണ്. നബി ചിന്തിച്ചിട്ടില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഹദീസ് പറഞ്ഞിട്ട് ഉമ്മത്തിനോട് ബഹുമാനിക്കണ്ട എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണോ? സയ്യിദന്മാരോട് ഉലമാഇനോട് ബഹുമാനിക്കാൻ പറഞ്ഞിട്ടില്ലേ? മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കൈ, ഉമർ ബിൻ സയ്യിദല്ല മഹാനായ ഉമർ തങ്ങളുടെ കൈ പുരുതിനെ ചുംബിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ സഹാബിയാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. ഈ ഹദീസുകളൊന്നും കാണാതെ നബി തങ്ങൾ ബഹുമാനിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരും എണീറ്റ് നിൽക്കണ്ട. ഇതാണോ സ്വഹാബത്ത് മനസ്സിലാക്കിയത്? അത് മാത്രമോ ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവർ പാടിയില്ലേ, ഖിയാമിൽ അസീസ് അലയ്യ ഫർദു قيامي للعزيز علي فرض وترك الفرض ما لا يستقيم عجبت لمن له عقل وفهم يرى هذا الجمال ولا يقوم. ഞാൻ വരുമ്പോൾ എഴുന്നേൽക്കരുത് എന്ന് പറഞ്ഞ നബിയുടെ വാക്ക് നബിയുടെ കൽപ്പന അനുസരിക്കുകയാണോ വേണ്ടത്? അതല്ല, നബിയോട് ആദരവ് കൽപ്പിച്ചുകൊണ്ട് ആ കൽപ്പന ഉണ്ടായിരിക്കെ തന്നെ നബിക്ക് വേണ്ടി എഴുന്നേൽക്കലാണോ വേണ്ടത് എന്ന് സ്വഹാബത്ത് ഇജ്തിഹാദ് ചെയ്തപ്പോ അവർക്ക് മനസ്സിലായത് എഴുന്നേൽക്കണമെന്നാണ്. അതല്ലേ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഖിയാമിൽ അസീസ് അലയ്യ ഫർദു. ആ ഹബീബായ തങ്ങളെ വരുമ്പോൾ എഴുന്നേൽക്കൽ എനിക്ക് ഫർദാണ്. വതറകുൽ ഫർദി മാ ലാ യസ്തഖീമു. ഫർദ് എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. നബിയെ കാണുമ്പോൾ നിൽക്കൽ എനിക്ക് ഫർദാണ് നബിയെ. عجبت لمن له عقل وفهم يرى هذا الجمال ولا يقوم. ഞാൻ അത്ഭുതപ്പെടുകയാണ് നബിയെ. എങ്ങനെ? لمن عجبت لمن له عقل وفهم. ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ يرى هذا الجمال ولا يقوم. ഈ സൗന്ദര്യത്തിന്റെ, സൗകുമാര്യത്തിന്റെ, അലങ്കാരത്തിന്റെ മൂർത്തിമദ്ഭാവമായ നബിയെ അങ്ങേ കാണുമ്പോൾ ആർക്കാണ് നബിയെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതിരിക്കുക? ആരാ നബിയെ എഴുന്നേൽക്കാതിരിക്കുക? എനിക്ക് അത്ഭുതം അതാണ്. ബുദ്ധിയുള്ളൊരു മനുഷ്യൻ എഴുന്നേൽക്കാതിരിക്കുമോ? നബി പറഞ്ഞ ഹദീസ് അവിടെ ഉണ്ട്. സ്വഹാബത്ത് എന്താ ചെയ്തതെന്നും കൂടെ പറഞ്ഞു, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ എന്താ മനുഷ്യന്മാർ മനസ്സിലാക്കുക, നിങ്ങളിപ്പോ ചെയ്തതൊക്കെ തെറ്റാട്ടോ, കുട്ടികളെ നിങ്ങൾ ബഹുമാനിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു, ഇവരൊക്കെ എത്രയൊക്കെ ഉള്ളൂ. ഇതാണോ ശരീഅത്ത്? ഇതാണോ നബി സ്വഹാബത്ത് മനസ്സിലാക്കിയത്? അല്ല, തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. അതുകൊണ്ട് അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട ഹദീസ് ഇതാണ്. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.